അമ്മ എവിടെ ഉണ്ടെന്ന് അറിയാവുന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ പറയില്ല. പറഞ്ഞ അമ്മയെ തിരക്കി ചെന്നാലോ അല്ലേ? എന്നെ നീ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ വരികയാണോ? പിന്നെ അമ്മ എവിടെയുണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഞാൻ നിന്റെ അമ്മയെ അങ്ങ് പുഴുങ്ങി തിന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്? പിന്നെ ഏറെക്കുറെ കാര്യങ്ങൾ ടി വിയിലൂടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നീ വാ, മറ്റൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. എടി എൽസമ്മോ, ദേ നിന്റെ പുന്നാര മോള് എന്തോ മലമറിക്കാൻ പോയിട്ടേ ദേ 4-5 മലയും മറിച്ചോണ്ട് വന്ന് നിക്കുക. ചെന്നങ്ങോട്ട് കാണടി. ഓ ഒന്ന് ചെന്ന് ആനയെ ചകത്തേക്ക് വിളിച്ചു കയറ്റിക്കൊണ്ട് പോടി. കുടുംബത്തിന് വേണ്ടി പണിയെടുത്തിട്ട് വന്ന് നിൽക്കുകയല്ലയോ? വാ മോളെ അകത്തേക്ക്. അവൾ ആനയിക്കാൻ വന്നിരിക്കുന്നു, മരക്കഴുത. എടി പിന്നെങ്ങനാടി മക്കള് വഴിതെറ്റി പോകാത്തത്? ഓ ഈ സൈസ് താരങ്ങളല്ലേ ഇവളുടെ തള്ള. നമ്മുടെ മോള് മാറിക്കടി അങ്ങോട്ട്. നമ്മുടെ മോള് എന്താ? അപ്പാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും പറയുകയും കേൾക്കുകയും വേണ്ട. നീ ഇത്രയും നേരം പറഞ്ഞതല്ല ദാ വീട്ടിലിരുന്നു കൊണ്ട് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്തു. ഇനി കേട്ടാലേ അതങ്ങ് ബോറാകുപടി. എടി കക്കുന്നതിലല്ല വിജയം, പിടിക്കപ്പെടാതെ നോക്കുന്നതില്ല. ശിവനെതിരെ നീ ഉപയോഗിച്ച വജ്രായുധമൊക്കെ കൊള്ളാം, പക്ഷേ അവരുടെ കയ്യിലിരുന്ന ബ്രഹ്മാസ്ത്രം അവര് പ്രയോഗിച്ചപ്പോ തീർന്നില്ലേടി എല്ലാം. വളരെ നല്ല ഭാഷയിൽ ഈ ഡേവിസിനെയും കെട്ടി അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? നീ കേട്ടോ? കേട്ടില്ലല്ലോ. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ പറയുക, നീ ഇനി ഈ വീട്ടിൽ വേണ്ട. ഞാൻ നിന്നെ എന്നേക്കുമായി നടന്നള്ളുകയാ. ഇനി എനിക്ക് ഇങ്ങനൊരു മകളില്ല. ഇനി എനിക്ക് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഒരു പരാതിയും ഞാൻ പറയില്ല. അപ്പാ സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഒരു തവണത്തേക്ക് കൂടി ഇവളോടൊന്ന് ക്ഷമിച്ചൂടെ? ഓ അതെ, നമ്മളോട് കൈയൊഴിഞ്ഞ പിന്നെ ഇവൾ എവിടെ പോകാനാ? ഈ ഒരു സംഭവം കൂടി കഴിഞ്ഞതുകൊണ്ട് പരിചയക്കാര് പോലും ഇവൾ ഒഴിവാക്കിയേ വിടൂ. അതുകൊണ്ട് പെങ്കൊച്ചിന് പോരാഞ്ഞിട്ട് അപ്പന്റെ വാശിയും കിട്ടിയിട്ടുണ്ട്. ഇറങ്ങിപ്പോയി വല്ല കടുങ്കയും കാണിച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടി അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അത് അവളുടെ വിധിയാണെന്ന് കരുതി ഞാനങ്ങ് സമാധാനിക്കും. എന്റെ ചൊൽപ്പടിക്ക് എന്റെ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലൊക്കെ നടക്കണം. എവള് ഡേവിസിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണം. അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കണം. അങ്ങനല്ലാത്തവരൊന്നും ഇവിടെ വേണ്ട. നാട് നീളെ അവന്റെ കൂടെ കാമുകിയായിട്ട് കുറെ കറങ്ങിയതല്ലേ, അത് തന്നെ നടക്കട്ടെ. ഇങ്ങനെയുള്ളവൾ എന്തായാലും ഇവിടെ വേണ്ട. എന്താ? എനിക്ക് സമ്മത. എന്ത്? അപ്പം പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചോളാം. നീ ഒന്നുകൂടെ പറഞ്ഞേ. ഇനി ഇതെന്റെ കഴുത്തിലുണ്ടാവില്ല. മനസ്സിൽ ശിവനും. അപ്പം പറയുന്നതിനപ്പുറം ഇനി ഞാൻ നിൽക്കില്ല, ഉറപ്പ്. മാണിക്കോത്ത മഹേന്ദ്രന് ശിവനും എതിരെ ഇനി ഞാനുണ്ടാവും. അവരുടെ നാശം എനിക്ക് കാണണം.
എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഡോക്ടർമാര് പറയുന്നത് അവളെ കിട്ടില്ലെന്നാ. വല്യച്ചി, അത് ഡോക്ടർമാരങ്ങനെ പറയുന്നല്ല. എന്ന് വെച്ച് അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. ഇല്ല, ഞാൻ ഈ കുഞ്ഞിനെ ആദ്യം കളയാൻ നോക്കിയതല്ലേ. അതിന്റെ ശാപം എനിക്ക് എന്റെ മോളെ കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല. ശരി ചേച്ചി. ശാലിനി, ചേച്ചി എന്താ ഇത്? എന്റെ കുഞ്ഞിനെ കിട്ടില്ലെന്ന മോളെ പറയുന്നത്. എന്റെ മോളെ അവരെന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പോലും ഇല്ല. തൂക്കക്കുറവാണെന്നൊക്കെയാ പറയുന്നത്. ഞാൻ ഇനി എന്താ മോളെ ചെയ്യേണ്ടത്? ശരി ചേച്ചി, നോക്ക്, ഇതെന്തായാലും ഹോസ്പിറ്റലല്ലേ, നമ്മളിങ്ങനെ പേടിക്കൊന്നും വേണ്ട. മോളുടെ ക്ഷീണം എന്തായാലും അത് പൂർണ്ണമായിട്ട് മാറിയിട്ടേ മോളെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പൊ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റാനുള്ള ഉപകരണങ്ങളെല്ലാം എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും. ദേ, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ കൊണ്ടാ ഈ കുഞ്ഞിനെ വേണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അപ്പൊ കേട്ടില്ലല്ലോ. കണ്ടില്ല ശാലിനി, നമ്മുടെ അമ്മയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? അമ്മ എവിടെ ഉണ്ടെന്ന് അറിയാവുന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ പറയില്ല. പറഞ്ഞ അമ്മയെ തിരക്കി ചെന്നാലോ, അല്ലേ? എന്നെ നീ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ വരികയാണോ? പിന്നെ അമ്മ എവിടെയുണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഞാൻ നിന്റെ അമ്മയെ അങ്ങ് പുഴുങ്ങി തിന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ നിന്റെ പോലീസുകാരുമായിട്ട് ഗോപാലകൃഷ്ണൻ വരട്ടാൻ നോക്കിയല്ലോ. എന്നിട്ട് എന്തായി? ഇനി നീ ആരെയാ വിളിക്കാൻ പോകുന്നത്? ക്രൈംബ്രാഞ്ചിനെയോ അതോ CBIയോ? എങ്കിൽ കൊണ്ടുപോടി ഇങ്ങോട്ട്. ഗോപാലകൃഷ്ണൻ എന്തു നേരിടാൻ തയ്യാറായി തന്നെയാ നിൽക്കുന്നത്. അറിയാം. അങ്ങനെ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളെ ആരെയും അറിയിക്കാതെ അമ്മയും കൊണ്ട് അച്ഛൻ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും പറയാതെ പോയത്. നീയൊക്കെ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ധരിച്ചോ. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കുകയില്ല. നോക്ക്, എനിക്കൊരു സത്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന സത്യം. അതെന്നെ അവിശ്വസിക്കാത്ത കാലത്തോളം എനിക്കൊരു കുഴപ്പമില്ല.